അപ്പോൾ ഇന്നത്തെ റെസിപ്പി വന്നിട്ട് ടൊമാറ്റോ റൈസാണ് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കുക, ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. 2 ഗ്ലാസ് അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വലിയ അരിയാണ് കേട്ടോ, ബസ്മതി റൈസാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ആയാർക്കണം. ഇനി നമുക്ക് ഈ റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മളൊരു 6 കപ്പ് വെള്ളം ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കത്തിച്ച് കൊടുക്കുക. ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ അങ്ങനത്തെ സംഭവങ്ങൾ ഇടാം കേട്ടോ. കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ മറ്റേ ചെറിയ ജീരകം ഉണ്ടാവില്ലേ, സാ ജീരകം പറഞ്ഞിട്ട് ഈ ഗരം മസാലയുടെ കൂട്ടിൽ ഉണ്ടാവേണ്ടതാണ്. അത് കാണാനില്ല കേട്ടോ, അതാണ് ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സ്പൈസസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് തിളക്കട്ടെ. ഉപ്പ് ഇടാം കേട്ടോ. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അരി ഇടാം. പകുതി വേവായിട്ട് എടുക്കണം കേട്ടോ. അതവിടെ ആയി വരുമ്പോഴേക്കേ നമുക്ക് ഈ 2-3 ഉള്ളിയും ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും, ഇത്ര വെളുത്തുള്ളി വേണ്ട കേട്ടോ, ഇതിൻ്റെ പകുതി മതി. വെളുത്തുള്ളി ഒന്ന് നേരാക്കി വെക്കാം കേട്ടോ. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അരി ഇട്ട് കൊടുക്കാം. കഴുകി വെച്ചിരിക്കുന്ന അരിയാണ് കേട്ടോ. കഴുകി കുതിർത്തി വെച്ചിരിക്കുന്ന അരിയാണ്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. വേണ്ടില്ലേ, വെള്ളം അരിയുടെ മേലെ വെള്ളം നിൽക്കണം. നമ്മളിത് വേവിച്ചിട്ട് ഇങ്ങനെ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. പകുതി വേവിച്ചിട്ട് എടുക്കുകയാണ്, മുഴുവൻ വേവിക്കുന്നില്ല കേട്ടോ. പകുതിയല്ല കേട്ടോ, ഒരു 90% വേവിക്കണം നമ്മൾ. നല്ല ഇങ്ങനെ വെന്ത് കട്ട കുത്താൻ പാടില്ല എന്ന് മാത്രം. അപ്പം നമ്മുടെ ചോറൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിനി ഊറ്റി വയ്ക്കാം. ഞാൻ അങ്ങനെ ഒരു ഓട്ടത്തട്ടിക്ക് അടിയിൽ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ കോരിയിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വാർക്കാൻ പറ്റിച്ചാൽ വാർക്കാം. നമുക്കൊരു കുക്കർ വെച്ച് കൊടുക്കാം കേട്ടോ. ആ വെള്ളമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞിട്ടേ കുറച്ച് എണ്ണ പറഞ്ഞാൽ എണ്ണയല്ല, ഓയിൽ കേട്ടോ. സൺഫ്ലവർ ഓയിലില്ലേ, അത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഓയിലും നെയ്യും കൂടി ആകുമ്പോൾ നല്ല മണം ഉണ്ടാവും നമ്മുടെ റൈസിനൊക്കെ. ഓയിലും അല്ല, വെളിച്ചെണ്ണയും നെയ്യും ആകുമ്പോൾ അത്ര മണം വരില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടാവട്ടെ. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് സവാള ഒരു 3 സവാളേനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് വാടി വരണം കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഒന്ന് വാടി കിട്ടാനുള്ള ഉപ്പിട്ടിട്ടുള്ളൂ കേട്ടോ. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കിയിട്ടേ കുറച്ചും കൂടി ഉപ്പിടാം. പച്ചമുളക് കീറി ഒന്നും ചെയ്തിട്ടില്ല, കരിയൊന്നും ചെയ്തിട്ടില്ല. ഒരു 4 പച്ചമുളക് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. 3 മതി, 4 വേണ്ട, 3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. അതവിടെ ആയി വരുമ്പോഴേക്കേ നമുക്കൊരു 4 തക്കാളി, ഇതൊരു ചെറിയ സൈസ് തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ 4 എടുത്താക്കണം. വലിയ തക്കാളിയാണെന്ന് വെച്ചാൽ 2-3 മതി. റൈസ് അത്രയല്ലേ ഉള്ളൂ, നമ്മൾ റൈസിനനുസരിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ 4 തക്കാളി ഇട്ടുണ്ട്, ചെറിയ തക്കാളിയാണ്. അപ്പോൾ ഇതൊന്ന് അരച്ച് കൊണ്ടുവരാം, നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി. ഈ 2 പൊടികൾ മാത്രമേ ഇതിനാവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. വേറെ കുറേ മസാലപ്പൊടികളൊന്നും ഇതിൽ ചേർക്കണില്ല. അതാണ് ഇതിൻ്റെ രുചി എന്നാണ് എനിക്ക് തോന്നണത് കേട്ടോ. നമ്മൾ വേറെ കുറേ ചിക്കൻ മസാലയും കാര്യങ്ങളൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ രുചിയായിരിക്കും. പക്ഷേ ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം ചേർക്കുമ്പോൾ അതിൻ്റെ വേറെ രുചിയാണ് കേട്ടോ. നമ്മൾ ഇനി അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയില്ലേ, അതിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ എണ്ണ തെളിയുന്ന വരെ ഒന്ന് ഇറക്കി കൊടുക്കണം കേട്ടോ. ഈ തക്കാളിയൊക്കെ നന്നായി ഇതിൽ യോജിച്ച് വരണം. അപ്പോഴാണ് നമ്മുടെ ഇതിന് നല്ല രുചി ഉണ്ടാവുള്ളൂ. എണ്ണ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കാണണം കേട്ടോ. ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരിക പറയും, അതേ രീതിയിലാവണം. അപ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പല്ലേ ഇട്ട് കൊടുത്തുള്ളൂ. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ തക്കാളിയൊക്കെ ഏകദേശം ആയി വന്നു. അപ്പോൾ തക്കാളി ഒഴിച്ചിട്ട് എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതായാക്കണമെങ്കിൽ നമുക്ക് റൈസ് ഇതിലേക്ക് കൊട്ടാം. അപ്പം ഇനി നമുക്ക് റൈസ് ഇതിലേക്ക് കൊട്ടാം കേട്ടോ. റൈസൊക്കെ ഇതിലേക്ക് കൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. നമ്മൾ നന്നായി മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി അതിൻ്റെ മേലെ കൂടെ ഇട്ടിട്ട് 10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 സെക്കൻഡൊക്കെ മതി കേട്ടോ. ഒന്ന് ആവിയേറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ, ഏറ്റവും ചെറിയ ഫ്ലെയിമിലാണ് ഇട്ടായിരിക്കണം കേട്ടോ.
അങ്ങനെ നമ്മുടെ ലെമൺ റൈസ് അല്ലേ തക്കാളി ചോറ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. ടൊമാറ്റോ റൈസ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. അടിപൊളിയൊരു റെസിപ്പിയാണ്.